GR ഇന്ദുഗോപൻ്റെ 4 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ, ആ നോവൽ സിനിമയാകുകയാണ്. പൊന്മാൻ എന്ന പേരിൽ 30-ാം തീയതി പ്രദർശനത്തിലെത്തുകയാണ്. ഒരു കാലത്ത് ചെറുപ്പക്കാരായിരുന്നവരെ കുറിച്ചുള്ള കഥയാണ്. അവരൊക്കെയാണ് അടി നിൽക്കുന്നത്. എല്ലാവരും ചെറുപ്പം രാഷേട്ടാ, ചെറുപ്പമായിട്ടില്ല, പ്രായമായി, മനസ്സുകൊണ്ട് ഇതേട്ടാ. ഓക്കെ, എന്താ കഥ? കഥയെന്ന് വെച്ചാൽ ഇവരുടെ കഥയാണ്. ഇവര് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജോയിഷൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങളുടെ ജീവിതം ഭയങ്കര രസകരമായ ഒരു കൊല്ലം ജീവിതം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് രേഖപ്പെടുത്തിയാൽ എന്തെങ്കിലും എനിക്കൊരു ഭാവിയിൽ ഒരു സിനിമ എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തുടങ്ങിയ ഒരു അന്വേഷണത്തിൽ നിന്നാണ് പിന്നീട് ഇവരുടെ കഥകളിലെല്ലാം ഞാനിങ്ങനെ ഞങ്ങളുടെ ഏകദേശ കഥകളൊക്കെ അറിയാം. അതെ, അല്ല, അതിൽ പുറത്തുപറയാവുന്ന കഥകൾ അതെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ സിനിമ. അപ്പൊ അതാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്ന ഇവരുടെ കഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ കള്ളിന്റെ പുറത്ത് എന്റെ കുത്തിനെ പിടിച്ചു, നീ പച്ചയ്ക്ക് എന്റെ കുത്തിനെ പിടിച്ചു. ഈ സംവിധായകനെ നമ്മൾ സാധാരണ പറയില്ലേ, മുട്ട വെച്ചാൽ വേവെന്ന് പറയില്ല, അതേ അവസ്ഥയാണ്. ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. 30-ാം തീയതി നമ്മുടെ പടം റിലീസ് ചെയ്യാണ്, പൊന്മാൻ. പൊന്മാനാണ് സിനിമയുടെ പേര്. അപ്പം കൊല്ലത്ത് നമ്മൾ ഈ കണ്ട എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തുണ്ടായ അനുഭവങ്ങൾ ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന് കഥയാക്കാൻ പറ്റുമെന്ന് ഇന്ദുവഞ്ചേട്ടനെ ചോദിച്ച്, അങ്ങനെ അദ്ദേഹം ഒരു കഥ എഴുതി തന്നാണ് 4 ചെറുപ്പക്കാർ. അത് ഇനി സിനിമയാക്കണം, അതിനുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ ആ സിനിമയാക്കാൻ പല പല നടന്മാർ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി. അവരെയൊക്കെ പുറകെ നമ്മൾ ട്രാവൽ ചെയ്തു, അതൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് പറ്റിയ ഒരാൾ ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞങ്ങൾ നേരെ ബേസിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഈ കഥ പറയാൻ ചെല്ലുകയും ചെയ്തത്. അങ്ങനെ ആദ്യം നമ്മൾ ബേസിൻ്റെ അടുക്കിൽ നിന്ന് കഥ പറഞ്ഞു. അല്ല, ബേസിൽ ആദ്യം പുസ്തകം കൊടുക്കുന്നത്. ഈ പുസ്തകം വായിച്ചിട്ടാണ് ബേസിൽ സിനിമ ചെയ്യാമെന്ന് കേൾക്കുന്നത്. എന്റെ ചോറിലാണ് നീ നിന്റെ പെങ്ങളും കൂടെ മണ്ണ് വാരിയിട്ടും ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങിച്ചോണ്ട് വരുവാണ്. മാതൃഭൂമിയുടെ ഒരു പ്രത്യേകം നന്ദി പറയാനുണ്ട് ഞങ്ങൾക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ ഒരു കഥ ഇങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുത്തു. ഇവർ പറഞ്ഞ സംഗതികൾ അത് തന്നെ ഒരു നോവലിന് വേണ്ടിയ സംഗതികൾ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കൃത്യമായി സംഭവിക്കാനിടയിലുള്ള ആ കഥയുടെ രത്നച്ചുരുക്കം എല്ലാം ഞാൻ അപ്പോഴത്തേക്കാണ് അന്ന് മാതൃഭൂമിയിലെ ഗ്രഹലക്ഷ്മി എന്ന് പിന്നെ ഒരു നോവൽ എഴുതി കൊടുക്കാമെന്ന് എൻ്റെ അടുത്ത് അതിൻ്റെ എഡിറ്റർ വിശ്വനാഥ് ചോദിക്കുകയാണ്. ഇവരിൽ നിന്ന് 2 കഥാപാത്രങ്ങൾ നേരിട്ട് പിന്നെ പുസ്തകത്തിലേക്ക് എടുത്തു. ഞാൻ ബാസിന്റെ പേര് അതേപോലെ ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട ഈ കൂട്ടത്തിൽ ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരാൾ. അപ്പം ബാസിനെ കണക്കിരിക്കുന്ന ഒരാളിനെ തന്നെ വേണം എന്നുള്ളത് പിന്നെ ജ്യോതിഷിന്റെ ഒരു ഇതായിരുന്നു. അങ്ങനെ വരുന്നു. മനസ്സിലായോ? നീ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം. മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഇതിൻ്റെ അകത്ത് കാതലായ ഒരാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ ആ കഥാപാത്രം അല്ല പിന്നെ ഇതിൻ്റെ അകത്ത് യഥാർത്ഥ ശർമ്മ അഭിനയിക്കുന്ന കഥാപാത്രം. അപ്പം താൻ അഭിനയിക്കുന്ന താനായ കഥാപാത്രത്തിനെ നോക്കിക്കാണുകയും മറ്റൊരു കഥാപാത്രത്തിനകത്ത് അഭിനയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അപൂർവ ഭാഗ്യം മലയാള സിനിമയിൽ കിട്ടിയ ആളാണ് ശർമ്മ. പിന്നെ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ എൻജോയ്മെന്റ് എനിക്കൊരു ത്രില്ലാണ്. നമ്മൾ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മോത്തി രാജേഷ് സിനിമയുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്, ചിത്രകാരിയാണെന്നൊക്കെ പല ആൾക്കാർക്കും അറിയില്ലല്ലേ. കലാതിലകം വരുന്നു 2002 കലാതിലകം വരുന്നു. കാനായി സാറാണ്, ഇതാ നിങ്ങൾക്കൊരു പെങ്ങളും കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞു. കുഞ്ഞു പെങ്ങൾ, അന്ന് കുഞ്ഞാ. സാറാണ് ഞങ്ങളെ ഒരു മോന്തായം എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് അതിനൊരു പേരിട്ടത് കാനായി സാറാണ്. അന്ന് ഞങ്ങളുടെ കൂടെ കൂടിയ ഒരേ ഒരു പെൺതരി. എന്റെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുത്തിരുന്ന സംഘം അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് മോത്തിയെ വിചാരിച്ചുകൊണ്ട് 1-ാം തരം ഡയലോഗ് ഞങ്ങൾ ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ട്. ഇത് 1000 പിന്നെ ആങ്ങളമാരുള്ള പ്രസ്ഥാനമാണടാ ഇത് എന്നൊരു ഡയലോഗ്. അവന്റെ പെങ്ങളുടെ കല്യാണം 25 പവൻ കൊടുക്കാൻ നേരിട്ടിരിക്കുക. അവൻ ബാക്കി പിന്നെ നമ്മളൊപ്പിക്കണോ? പക്ഷേ ഈ എല്ലാവരും ഇങ്ങനെ കൂടുന്നതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘാടകരായിരുന്നു എന്നുള്ളതും കൂടി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു നേതൃത്വമായിട്ട് പ്രവർത്തിച്ചത് ഞങ്ങളുടെ PJ ഉണ്ണികൃഷ്ണനാണ്. ആ കാലത്തെ പല കഥകളും പിന്നെ ഞാൻ അറിയുന്നത്. അവൻ കൊണ്ടുപോയി വല്ല കാര്യത്തിലും താത്തിയാലേ പിന്നെ അജേഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. സിനിമയിൽ ഒരുപാട് കലാസംരംഭ്രമയുഗം അങ്ങനെയുള്ള എന്നാത്താൻ കേസുകൾ ഒരുപാട് സിനിമകളുടെ വളരെ സക്സസ്ഫുൾ ആയ ഒരു കലാസംവിധായകനായതിനെയൊക്കെ പുറകെ
ജ്യോതിഷ് പറയും കൊല്ലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ജീവിതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഇതിൽ. അപ്പം ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയുകയും മാത്രമല്ല കൊല്ലത്തിനെ മൊത്തത്തിൽ അടയാളപ്പെടുത്താനായി പറ്റുന്ന തരത്തിലുള്ള വലിയ ഒരു അധ്വാനമാണ് ജ്യോതിഷ് സിനിമയ്ക്ക് പിന്നിൽ ചെയ്തത്. കൊല്ലത്തെ ഈ കലാകാരന്മാരെയും കലാകാരിയെയും ഒക്കെ കൂട്ടി തുന്നിച്ചേർക്കാൻ കുട്ടനാട്ടിൽ നിന്നും ഒരു പൊന്മാൻ പറന്നു വരേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മോത്തി രാജേഷിനൊപ്പം ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.